ഹായ്, വെൽക്കം ടു അനദർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. നമ്മളിന്ന് നിഫ്റ്റി നോക്കുക. നിഫ്റ്റി ഏകദേശം സിംഗിൾ ഡേയിൽ ഏകദേശം 3.82% മൂവ്മെൻറ്റാണ് ഇന്നത്തെ ദിവസം മാത്രം നിഫ്റ്റി നടത്തിയേക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ തന്നെ ഏറ്റവും സിംഗിൾ ഡേ ബിഗസ്റ്റ് ഗെയിനാണ് 3.82% എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സിൽ നിഫ്റ്റി ഒന്ന് ഓവർവ്യൂ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 2 ദിവസം കൊണ്ട് മാത്രം നിഫ്റ്റി ഏകദേശം ഒരു 4.2% മൂവ്മെൻറ്റ് നിഫ്റ്റി നടത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിലവിൽ ഏകദേശം ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം ഇന്നത്തെ നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റിന് നല്ലതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ലിമിറ്റ്സ്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം സിംഗിൾ ഡേയിൽ അറൗണ്ട് ഒരു 3.34% മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയും കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് 2 ഡേയ്സിൽ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെച്ചഡാണ് ഈ രണ്ട് ഇൻഡെക്സുകൾ. ബാങ്ക് നിഫ്റ്റി ഏകദേശം 3.31% മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് മാത്രം ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന IT ഇൻഡെക്സ് ആണ്, IT സെക്ടർ. IT ഏകദേശം സിംഗിൾ ഡേയിൽ 6.7% സ്ട്രോങ് മൂവ്മെൻറ്റാണ് IT തന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് 2 ഡേയ്സിൽ മാത്രം ഏകദേശം ഒരു അറൗണ്ട് ഒരു 8% മൂവ്മെൻറ്റ്. സോ IT സെക്ടറിൽ മറ്റൊരു എന്ത് പറയുന്ന ഒരു നല്ലൊരു സ്ട്രക്ചർ ചേഞ്ച് നടന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ചേഞ്ചാണ് നിലവിൽ നമുക്ക് IT ഇൻഡെക്സിൽ കാണാൻ പറ്റുന്നത്. അതായത് ഓൾമോസ്റ്റ് മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ബോട്ടം അടിച്ചു, നല്ലൊരു ബൈ നടന്നു. ആൻഡ് ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് നമുക്ക് നിലവിൽ IT ഇൻഡെക്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേന് നോക്കി വെക്കേണ്ട ലെവൽസ് അല്ലെങ്കിൽ നാളത്തെ ഒരു മേജർ ലെവൽസ് ആയിട്ട് നമുക്ക് പറയാൻ മേജർ ലെവൽസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 24,791 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ നെക്സ്റ്റ് ഉള്ളതൊരു മേജർ സോണാണ്. സോൺ ഇൻ ദ സെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 526 ആൻഡ് 592 അറൗണ്ട് ആ ഒരു 50-60 പോയിൻറ്റ്സിൻ്റെ ആ ഒരു സ്ട്രോങ് റേഞ്ച്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്കൊരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് ആണ് നിലവിൽ നിഫ്റ്റിയിൽ കാണാൻ പറ്റും. ബിക്കോസ് നമുക്ക് ട്രെൻഡിങ് മാർക്കറ്റിൽ അധികം അങ്ങനെ ലെവൽസോ കാര്യമൊന്നും അങ്ങനെ നമുക്ക് കിട്ടാറില്ല. ഓക്കെ, ആൻഡ് ഷോർട്ട് ടൈം ഫ്രെയിംസിലേക്ക് പോവുകയാണെങ്കിൽ നിലവിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അധികം നമുക്ക് എന്ത് പറയുന്നൊരു പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ഇല്ല. നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന് പറയുന്നൊരു ലെവലാണ്. ഓക്കെ, 25,000. ആൻഡ് നിഫ്റ്റിയുടെ നമ്മൾ ഒരു OI സൈഡും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു സൈഡും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്ക് നിഫ്റ്റിയിൽ പുട്ട് സൈഡിൽ നല്ല രീതിക്കുള്ള ബിൽട്ടപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ പുട്ട് സൈഡിൽ വളരെ നല്ല സ്ട്രോങ് ബിൽട്ടപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് കോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോൾ റൈറ്റിംഗ് ഉള്ള 25,000 എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിലാണ് നിലവിൽ ഏറ്റവും അധികം കോൾ റൈറ്റിംഗ് ഉള്ളത്. സോ നമുക്ക് നിഫ്റ്റി 2 ഡേയ്സ് കൊണ്ട് ഏകദേശം ഒരു 4% മൂവ്മെൻറ്റ് നടന്നുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഒരു നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് 1-2 ഡേയ്സ് നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നിട്ടാണ് നിഫ്റ്റി പോകുന്നതെങ്കിൽ നമുക്കൊരു വളരെ ക്ലീൻ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ക്ലീൻ അപ്സൈഡ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിനും ഏകദേശം ആ ഒരു 25,000 നല്ല ഒരു കോൾ റേറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു ക്ലീൻ ട്രെൻഡ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബാങ്ക് നിഫ്റ്റി ആ ഒരു ഫസ്റ്റ് 3 അവേഴ്സിൻ്റെ ആ റേഞ്ച് ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ട്രെൻഡാണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ലെവൽ എന്ന് പറയുന്നത് നിലവിൽ 55,121 135 ആ ഒരു 15 പോയിൻറ്റ്സിൻ്റെ ആ ഒരു സ്മോൾ റേഞ്ച് നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 55,579 592 ആ ഒരു റേഞ്ചാണ്. ആൻഡ് ഒരു തൊട്ടടുത്തുള്ള ഒരു മേജർ ലെവൽ എന്ന് പറയുന്ന മേജർ പോയിന്റ് എന്ന് പറയുന്ന 55,394 എന്ന് പറയുന്ന ലെവൽ നമ്മൾ പ്രീവിയസ്ലി ഹൈ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വളരെ ക്ലീൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് നമുക്ക് അവിടെ നിലവിൽ കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് നിഫ്റ്റി IT പോവുകയാണെങ്കിൽ നിഫ്റ്റി IT പൊതുവെ ഇങ്ങനെ കൺസിഡർ ചെയ്യാത്തൊരു ഇൻഡെക്സാണ്. വിച്ച് മീൻസ് നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനോ ആ കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നിഫ്റ്റി IT ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് വളരെ ക്ലീനാണ്. നമുക്ക് നിഫ്റ്റി IT സ്റ്റോക്സിലും ആ രീതിക്കുള്ള സ്ട്രക്ചർ ചേഞ്ച് നമുക്ക് നിഫ്റ്റി IT സ്റ്റോക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ്
നമ്മൾ നാളത്തെ ഞാൻ റേഡാറിൽ കുറച്ച് നോക്കി വെച്ചേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് മേജർലി ഇൻഫോസിസ് ആണ്. ഇത് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇതെൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. ആൻഡ് ഇൻഫോസിസ് ആണ് മേജർലി നോക്കി വെച്ചേക്കുന്നത് 7.91%. ആൻഡ് അതായത് ഞാൻ പറഞ്ഞില്ല, ഐ ടി സെക്ടറിലുള്ള ആ ഒരു സ്ട്രക്ചർ ചേഞ്ചാണ് ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് കാരണമാണ് ഞാൻ ഇൻഫോസിസ് ചൂസ് ചെയ്തേക്കുന്നത്. നല്ല രീതിക്ക് വീക്ക്നെസ് വന്നൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ബ്രേക്കൗട്ടാണ് ഇൻഫോസിസിലുണ്ടായത്. സോ വാറും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ആ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് മേജർലി ഇന്ത്യ പാകിസ്ഥാൻ്റെ ആ ഒരു ട്രൂസിൻ്റെ മുകളിലാണ് ഇത്ര നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായത്. പിന്നെ അമേരിക്കയും US-ഉം ചൈനയും തമ്മിൽ ഒരു ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ട്. സോ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് ഉണ്ടായ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇന്നത്തെ ആ ഒരു വളരെ സ്ട്രോങ് മൂവ്മെൻറ്റിന് മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഇൻഫോസിസ്, LTI Mindtree എടുക്കാൻ കാര്യം ഒരു വളരെ ക്ലീൻ ബ്രേക്കൗട്ടാണ് നമുക്ക് LTI Mindtreeലും കാണാൻ പറ്റും. അതായത് കുറച്ചും കൂടി ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ട്രക്ചർ ചേഞ്ചാണ് LTI Mindtreeൽ നിലവിലുള്ളത്. സോ അപ്സൈഡ് ലെവൽസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ 5652 ആണ്. ആൻഡ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 4400 എന്ന് പറയുന്ന ലെവലാണ്. സോ LTI Mindtree നല്ലൊരു ക്ലീൻ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ട്. ആൻഡ് 2 ദിവസം കൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ LTI Mindtree ഏകദേശം ഒരു 10% മൂവ്മെൻറ്റ്സ്, ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് LTI Mindtreeൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്കി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 ഹവറിൻ്റെ ആ ഒരു റേഞ്ചിലാണ് നിലവിൽ ബാങ്ക് ഓഫ് ബറോഡ നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് 1 ഹവർ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് കുറച്ചും കൂടി കംപ്രസ്സായി വരുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. ഓക്കെ, മാർക്കറ്റ് കുറച്ചും കൂടി കംപ്രസ്ഡ് ആണ് ആ ഒരു ഏരിയ. മാർക്കറ്റ് കുറച്ചും കൂടി ഒരു റേഞ്ച്, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ റേഞ്ച് സമയം കഴിയും തോറും കുറഞ്ഞാണ് വരുന്നത്. സോ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നമുക്ക് ബാങ്ക് ഓഫ് ബറോഡ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡൗൺ സൈഡ് ആണെങ്കിൽ നമുക്ക് ഒരു നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത 220 ആണ്. അതിൽ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ല അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ട്. 242 ആണ് നമുക്ക് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിൽ ബാങ്ക് ഓഫ് ബറോഡ ഒരു ബാങ്കിങ് സെക്ടറിൽ തന്നെ ഒരു ചെറിയ അത് അധികം അത് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരു സ്റ്റോക്കും കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡ. ബട്ട് ആ ഒരു സെക്ടർ നല്ല രീതിക്ക് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിലും ആ രീതിക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഒരു സ്റ്റോക്കാണ് SBI കാർഡ്. ബാങ്ക് ഓഫ് ബറോഡ ചൂസ് ചെയ്ത സെയിം കാരണം കൊണ്ട് തന്നെയാണ് SBI കാർഡും ചൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു മേജർ റേഞ്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, സോ ബാങ്ക് ഓഫ് ബറോഡയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് മൂവ്മെൻ്റ് ആക്കി എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് SBI കാർഡിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഹയർ പ്രോബബിൾ മൂവ് എന്ന് പറയുന്ന ഡൗൺ സൈഡിലേക്കാണ്. ഓക്കെ, സോ SBI കാർഡിൽ മേജർ റെസിസ്റ്റൻസ് നിലവിൽ 904, സപ്പോർട്ട് 894 ആൻഡ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 878 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, ആൻഡ് IT സെക്ടറിലെ ഏറ്റവും വലിയ ഹെവി വെയ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഹെവി വെയ്റ്റ്സ് ആയി TCS ഏകദേശം 5.74% മൂവ്മെൻറ്റ് TCSലുണ്ടായി. പക്ഷേ അൺലൈക്ക് ഇൻഫോസിസ് അതുപോലെ ഞാൻ വിപ്രോ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അൺലൈക്ക് അൺലൈക്ക് ഇൻഫോസിസും വിപ്രോയും നമുക്ക് ക്ലീൻ ബ്രേക്കൗട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ TCSയുടെ കേസിലേക്ക് വരുമ്പം TCSയിലെ ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് അത്ര ക്ലീൻ ആയിട്ട് വന്നിട്ടില്ല നിലവിൽ. TCS നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫേം അല്ലെങ്കിൽ നമുക്കൊരു ഹൈ പ്രോബബിൾ ട്രേഡ് നമുക്ക് മോസ്റ്റ്ലി 3680 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ TCS ഒരു ക്ലിയർ സ്ട്രക്ചർ ചേഞ്ചും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും TCSയിലെ ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നാണ് നമുക്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. 3.82% മൂവ്മെൻറ്റ്. നാളെ നമുക്കൊരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ നമുക്കിനി മറ്റൊരു പോസ്റ്റ് മാർക്കറ്റ് സെഷനുമായി നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കാണാം. താങ്ക് യു.